ഇണക്കിളിക്കൂട്ടം ഭാഗം 24 അവസാന ഭാഗം. വീണി അത്ഭുതത്തോടെ നോക്കി. മുന്നിൽ വടിയും പിടിച്ച് കോപത്തോടെ നിൽക്കുന്നു അനു. ഇടി നീ! അയാൾ അവളുടെ നേരെ കത്തി ഉയർത്തിയതും അനു വടികൊണ്ട് അയാളുടെ കയ്യിലടിച്ചു. കത്തി തെറിച്ച് വീണു. അനു അയാളുടെ പുറത്ത് ആഞ്ഞടിച്ചു. അയാൾ വേദന കൊണ്ട് നിലവിളിച്ചു. അയാളെ തള്ളി താഴെയിട്ട് അനു വടിയെ നിലത്തിട്ട് വേണിയെ നോക്കി. വേണി വേഗമാ, നമുക്ക് രക്ഷപ്പെടാം. അനു കൈ നീട്ടി. വേണി വേഗം അവളുടെ കൈ പിടിച്ച് ഓടി. തലയിലെ തരിപ്പൊന്ന് മാറിയതും ഭദ്രൻ ചാടി എഴുന്നേറ്റു. ഗേറ്റ് കടക്കാൻ ഒരുങ്ങവേ അയാൾ അവരുടെ മുന്നിൽ ചെന്ന് നിന്നു. രണ്ടുപേരും ഒന്ന് ഞെട്ടി. എന്നെ തല്ലിയിട്ട് രണ്ടും കൂടി ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയോ? നടക്കില്ല, ഭദ്രൻ അരിശത്തോട് പറഞ്ഞു. മര്യാദയ്ക്ക് മുന്നിൽ നിന്ന് മാറുക, അനു ധൈര്യം സംഭരിച്ച് പറഞ്ഞു. ഭദ്രൻ മുന്നോട്ട് വന്ന് അവളുടെ കഴുത്തിന് പിടിച്ചു. രണ്ടുപേരും ഞെട്ടി. ഡി, എന്നോട് ആക്ടാമ്പിക്കാൻ നീ ആരാടി? വെറുതെ മരണം ഇരന്ന് വാങ്ങാൻ വന്നിരിക്കുന്നു. ഇതുപോലെ വന്നതുകൊണ്ടാണ് ഞാൻ നിന്റെ ചിത്രവലിയമ്മയെ കൊന്ന് ഇവിടെ കുടിച്ചു മൂടിയത്. ഒന്നും ഒരിക്കലും പുറത്തു വരില്ലെന്ന് കരുതിയതാ. പക്ഷേ നിന്റെ ആ വരുൺ ചേട്ടനെല്ലാം തുലച്ചു. നിന്റെ വിധിയും ചിത്തയുടേത് തന്നെയാണ്, അയാൾ പറഞ്ഞു. വീണി അയാളുടെ അരികിലേക്ക് ചെന്നു. വിട്, അതൊന്നും ചെയ്യരുത്, വിട്. വീണി അയാളുടെ പിടി വിടുവിക്കാൻ ശ്രമിച്ചു. അയാൾ മറ്റേ കൈകൊണ്ട് വേണിയെ തള്ളി. അവൾ താഴെ വീണു. അനു അയാളുടെ പിടിവിടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഈ സമയം വേണി വടിയെടുത്ത് അയാളുടെ കയ്യിൽ ആഞ്ഞടിച്ചു. വേദന കൊണ്ട് അയാൾ പിടിവിട്ടു. അനുവും വേണിയും ഈ തക്കത്തിന് പുറത്തേക്ക് ഓടി. പക്ഷെ അയാൾ കത്തിയും എടുത്ത് മുന്നിൽ വന്ന് നിന്നു. രണ്ടാളും ഞെട്ടി. അയാൾ കത്തിയുമായി അവിടെ നേരെ നടന്നു. ഇരുവരും ഭീതിയോടെ പരസ്പരം നോക്കി. പെട്ടെന്ന് അയാളുടെ പിന്നിൽ ഒരു ചവിട്ടേറ്റു. ഭദ്രൻ കമ്മിന്നടിച്ച് നിലത്ത് വീണു. അനുവും വീണിയും അമ്പരപ്പോടെ നോക്കി. കോപത്തോടെ അവിടെ നിൽക്കുന്നു വരുണും അനന്തവും. അവരെ കണ്ടതും വീണിക്കും അനുവിനും ആശ്വാസമായി. അവരെ കണ്ട് ഭദ്രനും നന്താളിച്ചു. പിന്നെ ചാടി എഴുന്നേറ്റു. നിങ്ങൾ വന്നതേതായാലും നന്നായി. എല്ലാ ശത്രുക്കളെയും ഒരുമിച്ച് കിട്ടിയില്ല. ഇതിനു മുതൽ ഭൂപതിക്കോട്ടയല്ല, ശവക്കോട്ടയാ. നിൻ്റെയൊക്കെ ശവം ഇന്നിവിടെ വീഴ്ത്തു ഞാൻ, ഭദ്രൻ പറഞ്ഞു. അതിന് താൻ വേറെ ജനിക്കണം, ആനന്ദ് പറഞ്ഞു. ഭദ്രൻ കോപത്തോടെ അവനെ അടിക്കാൻ ഓങ്ങി. മൂവരും കൂടി സംഘടനമായി. ഒടുവിൽ ഭദ്രനെ തല്ലിയിട്ട് വരുൺ വേണിയുടെയും അനന്തു അനുവിൻ്റെയും കൈപിടിച്ചോടി. ഭദ്രൻ കത്തിയുമായി അവർക്ക് പിന്നാലെ ഓടി. അമ്പലത്തിന് മുന്നിലെ മൈതാനത്തെത്തിയതും 4 പേരും നിന്നു. ഓടി വന്ന് ഭദ്രനിൽ നിന്ന് അവരെ നോക്കി. ചിരിച്ചുകൊണ്ട് വരുണും അനന്തവും തിരിഞ്ഞു നോക്കി. പിന്നിൽ നിന്ന് നാട്ടുകാരെല്ലാവരും അവിടേക്ക് വന്നു. അത് കണ്ട് ഭദ്രനാകെ തരിച്ചു നിന്നു. എല്ലാവരും അരിശത്തോടെ അവനെ നോക്കി. ഭദ്രൻ ഒരു നിമിഷം തലക്കകത്ത് എന്തോ ഒരു മൂളൽ പോലെ. പിന്നെ വിശ്വനാഥൻ്റെ അരികിലേക്ക് ചെന്നു. വലിയ ഇവൻ നമ്മുടെ വീണുമോളെ കൊണ്ട് നാട് വരെ നോക്കിയതാ. ഞാൻ തടഞ്ഞതിന് എന്നെ തല്ലിയിട്ടു, കണ്ടില്ലേ? കൊടുക്കു വലിയ ചവനിട്ട്, ഭദ്രൻ പറഞ്ഞു. വിശ്വനാഥൻ വല്ലാത്തൊരു ഭാവത്തോടെ ഭദ്രനെ നോക്കി. പിന്നെ അരിശത്തോടെ അവൻ്റെ കവിളിൽ ആഞ്ഞടിച്ചു. അവൻ ഞെട്ടിപ്പോയി. സ്വന്തം മക്കളെക്കാൾ ഞാൻ നിന്നെ സ്നേഹിച്ചു, വിശ്വസിച്ചു. എന്നിട്ടും നീ എന്തിനാണ് നീ എൻ്റെ മോനെ കൊന്നത്? നിനക്ക് വേണമെങ്കിൽ എല്ലാം തരുമായിരുന്നല്ലോ. എന്തിനാ എൻ്റെ മോനെ കൊന്നത്? എനിക്ക് നിന്നെ കാണണ്ട, വിശ്വനാഥൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വസുമതിയും തങ്കവും അയാളെ ആശ്വസിപ്പിച്ചു. ഭദ്രനൊന്നും മനസ്സിലാക്കാതെ ഞെട്ടിത്തെറിച്ച് എല്ലാവരെയും നോക്കി. അങ്കിൾക്ക് അത്ഭുതപ്പെടേണ്ട. ഭൂപതിക്കോട്ടയിൽ വെച്ച് താൻ ഏറ്റുപറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ നാട്ടുകാർ മുഴുവൻ കണ്ടു കഴിഞ്ഞു. എങ്ങനെയെന്നല്ലേ? അമ്പലത്തിൽ CCTV വയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഭൂപതിക്കോട്ടയിലും 2-3 ക്യാമറകൾ ഞങ്ങൾ വെച്ചിരുന്നു. പിന്നെ ആ സ്റ്റേജിന് മുന്നിൽ ഞങ്ങൾ വെച്ച TV ഇല്ലേ? TV വെച്ചത് പരിപാടി എടുത്ത് കാണാനല്ല, ഇവിടുത്തെ കലാപരിപാടികൾ നാട്ടുകാരെ കാണിക്കാനാ, വരുൺ പറഞ്ഞു. ഭദ്രൻ ഷോക്കേറ്റതുപോലെ നിന്നു. ഇന്ന് രാത്രി വേണിയുമായി ഒളിച്ചോടാൻ പോവുകയാണ് എന്ന് പറഞ്ഞതൊക്കെ വെറുതെ അങ്കളെ. തൻ്റെ ഈ മുഖംമൂടി വലിച്ചു കീറാൻ ഞങ്ങളൊരിക്കൽ കെണിയായിരുന്നു എല്ലാം, വരുൺ പറഞ്ഞു. തൻ്റെ ഈ പൊയ്മുഖം ഞങ്ങൾ മുൻപേ കണ്ടെത്തിയതായിരുന്നു. ചിത്രയുടെ കാമുകനായിരുന്ന ബാലനെ തേടിപ്പോയപ്പോൾ കാര്യമായ ഒരു തുമ്പും കിട്ടാതെ നിരാശയോടെ തിരിച്ചു വരുമ്പോഴാണ് ട്രെയിനിൽ വെച്ച് ഞങ്ങൾ അയാളെ കണ്ടത്. നിങ്ങൾ എന്നെ കൊല്ലാൻ ഏർപ്പാടാക്കിയ ആ ഡ്രൈവറെ അവനെ ചോദ്യം ചെയ്തതിലൂടെയാണ് നിങ്ങളാണ് എന്നെ കൊല്ലാൻ അവനെ വിട്ടത് എന്ന സത്യം ഞങ്ങൾ അറിഞ്ഞത്, ആനന്ദ് പറഞ്ഞു. അതോടെ ചിത്രയുടെയും രാമകൃഷ്ണൻ്റെയും മരണത്തിന് പിന്നിൽ തനിക്ക് പങ്കുണ്ടോ എന്ന് ഒരു സംശയം തോന്നി തുടങ്ങി. ആനന്ദുവിനെ കൊല്ലുന്നത് എളുപ്പമല്ലെന്ന് മനസ്സിലാക്കി താൻ അവനെ വിട്ട് വേണിയെ ഉന്നം വെച്ച വിവരം മനസ്സിലായതോടെ തനിക്കുള്ള കെണി ഞങ്ങൾ ഒരുക്കി. താൻ അറിയാൻ വേണ്ടി തന്നെയാണ് താൻ മറഞ്ഞു നിൽക്കുന്ന വിവരം അറിഞ്ഞു വെച്ചുകൊണ്ട് അനന്ത് വേണിയോട് രാവിലെ ഒളിച്ചോടുന്ന കാര്യം പറഞ്ഞത്. ആ കെണിയിൽ താൻ വീണു.
വരുൺ പറഞ്ഞു. ഈ ദുഷ്ടനെ വെറുതെ വിടാൻ പാടില്ല, തൊല്ലി കൊല്ലണം അവനെ. നാട്ടുകാർ രോഷത്തോട് പറഞ്ഞു. ഏയ് അത് വേണ്ട, ഇനി നിയമത്തിൻ്റെ വഴി. ആൾക്കൂട്ടത്തിൽ നിന്നും പോലീസുകാർ വന്നു. അവർ ഭദ്രനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അഞ്ജുവും പത്മവും കോപത്തോടെ അയാളെ നോക്കി. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നാട്ടുകാരെല്ലാം പോരി. അവിടെ ഇരു തറവാട്ടുകാരും മാത്രമായി. അനന്തു വിഷുവിൻ്റെ അരികിലേക്ക് ചെന്നു. സന്തോഷമായാലും മുത്തച്ഛ, മകനെ പോലെ കൊണ്ടു നടന്നവനാണ് യഥാർത്ഥ ശത്രു എന്നാ തിരിച്ചറിഞ്ഞില്ലേ? തൃപ്തിയായോ ഇപ്പോൾ? എവിടെ തൃപ്തിയാവാൻ ആനന്ദു? രണ്ടു കൂട്ടർക്കും പരസ്പരം പൊരുതിയാലല്ലേ മതിയാവൂ. വൈകിട്ടില്ല, തറവാട്ടിൽ ഇനിയും സന്താനങ്ങൾ ബാക്കിയുണ്ട്, വരുൺ പറഞ്ഞു. ഇന്ന് ഓഗസ്റ്റ് 14. വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസമാണ് അടിമത്തത്തിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യത്തിന് മോചനം ലഭിച്ചത്. വർഷങ്ങളായി ഇരു കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്കും നമുക്ക് തീർക്കാം. വെട്ടിയിട്ടാണെങ്കിൽ വെട്ടിയിട്ട്, കൊന്നിട്ടാണെങ്കിൽ കൊന്നിട്ട്, അനന്ത് രോഷത്തോടെ പറഞ്ഞു. പണ്ടെങ്ങോ ആരോ പറഞ്ഞൊരു മുത്തശ്ശിക്കഥയുടെ പേരും പറഞ്ഞ് തുടങ്ങിയതല്ലേ നിങ്ങളുടെ ഈ പോർവിളി. എന്നിട്ട് എന്തുണ്ടായി? ജീവിക്കാൻ കൊതിച്ച രണ്ടുപേരെ മരിക്കാൻ വിട്ടു. ഒരു നിധി, ഈ ഭൂപതിക്കൊടയിൽ ഒരു നിധി അവർ സൂക്ഷിച്ചു വെച്ചിരുന്നു. പരസ്പര സ്നേഹം, വിശ്വാസം, സൗഹൃദം, അതായിരുന്നു അവർ ഇവിടെ കുഴിച്ചിട്ട നിധി. ഈ തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന കോട്ട അവരുടെ സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ആ സൗഹൃദം തങ്ങളുടെ വരും തലമുറയിലും ഓർക്കാനും പിന്തുടരാനും വേണ്ടിയ ഈ കോട്ട അവർ പണിതത്. പക്ഷേ അവരുടെ മനസ്സ് തിരിച്ചറിയാനുള്ള വിവരം പിൻതലമുറയ്ക്ക് ഇല്ലാതെ പോയി. ഇല്ലാത്ത ഒരു നിധിയുടെ പേരും പറഞ്ഞ് ഇനിയും തമ്മിൽ കലഹിക്കാനാണ് ഭാവമെങ്കിൽ ആയിക്കോ. പക്ഷേ നിങ്ങളുടെ മുമ്പിൽ ഒരിക്കലും ആ നിധി പ്രത്യക്ഷപ്പെടില്ല. സത്യത്തിൽ നിങ്ങളുടെ ഈ പകയാണ് നിങ്ങളുടെ മക്കളെ കൊന്നത്. നിങ്ങളാണ് ശരിക്കും ചിത്രയെയും രാമനെയും കൊന്നത്. ദേഷ്യത്തോട് പറഞ്ഞ് വരുണും അനന്തവും നടന്നു. എല്ലാവരും കുറ്റബോധത്തോടെ മുഖം കുനിച്ച് അവിടെ തന്നെ നിന്നു. പിറ്റേന്ന്, ഇന്ന് ഓഗസ്റ്റ് 15, സ്വാതന്ത്ര്യദിനം. വിദ്യാർത്ഥികളെല്ലാം കൊച്ചു പതാകയും കയ്യിലേന്തി പാടവരമ്പിലൂടെ ഓടി. അമ്പലത്തിലേക്ക് പോവുകയായിരുന്ന നീലകണ്ഠൻ ചിരിച്ചുകൊണ്ട് ഓടുന്ന കുട്ടികളെ നോക്കി. വിവിധ ജാതി മതത്തിൽപ്പെട്ട കുട്ടികൾ സന്തോഷത്തോടെ ചിരിച്ചും കളിച്ചും പോകുന്നത് കണ്ട് അയാളുടെ മനസ്സിൽ ചെറിയൊരു നോവ് തോന്നി. അമ്പലത്തിൽ ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്ന് അയാൾ തൊഴുതു. നീലകണ്ഠ എന്ന് വിളിക്കേട്ട് അയാളൊന്ന് പകച്ച് കണ്ണു തുറന്നു. പതിയെ തിരിഞ്ഞു നോക്കി. കുറ്റബോധത്തോടെ ഒരു വെറുപ്പും ദേഷ്യമില്ലാതെ വിശ്വനാഥൻ അയാളുടെ അരികിലേക്ക് വന്നു. നീലകണ്ഠൻ്റെ തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. നീലകണ്ഠ, നിങ്ങളുടെ കുടുംബത്തോട് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോൾ അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. മാപ്പ് പറഞ്ഞ തീരാവുന്ന തെറ്റല്ല അതൊക്കെയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും നീ എന്നോട് ക്ഷമിക്കണം. അയാൾ കൈകൂപ്പി നിറകണ്ണുകളോടെ പറഞ്ഞു. നീലകണ്ഠൻ ഒന്ന് അമ്പരന്നു. അയാൾ വേഗം വിശ്വനാഥൻ്റെ കൈ പിടിച്ചു. എന്താ വിശ്വനാഥ ഇത്? താൻ മാത്രമല്ല, ഞാനും തന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടില്ലേ? എല്ലാത്തിനും താൻ എന്നോട് ക്ഷമിക്കണം, അയാൾ പറഞ്ഞു. ഈ സമയം ഇരു വീട്ടിലെ വീട്ടുകാരും അവിടെ എത്തി. ഇരുവരും അനന്തുവിനെയും വരുണിനെയും നോക്കി. നാട്ടുകാർ പറയുന്നത് ശരിയാ. ഇവർ ആ പഴയ ഭൂപതിമാരുടെ പുനർജന്മമാകാം, നമ്മളെ നിർവഴിക്ക് കൊണ്ടുവരാനായിട്ട് വന്നവർ, വിശ്വനാഥൻ അഭിപ്രായപ്പെട്ടു. ശരിയാണ്, മക്കളെ നിർവഴിക്ക് നയിക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമ. പക്ഷേ ഇവിടെ നമ്മളെ നിർവഴിക്ക് നടത്താൻ നമ്മുടെ പേരക്കുട്ടികൾ വേണ്ടി വന്നു, നീലകണ്ഠനും പറഞ്ഞു. ഇരുവരും അനന്തുവിൻ്റെയും വരുണിൻ്റെയും കൈ പിടിച്ചു. നിങ്ങൾ ഈ നാടിനൊരു മാതൃകയാണ്. നിങ്ങളുടെ സൗഹൃദം എക്കാലവും നിലനിൽക്കും. എല്ലാവരും അത് കേട്ട് പുഞ്ചിരിച്ചു. നീലകണ്ഠൻ വീണിയെ നോക്കി. മോളിവിടെ വാ. വീണി അമ്പരപ്പോടെ അയാൾ നോക്കി. ചെല്ല്, വിശ്വനാഥൻ പറഞ്ഞു. അവൾ അയാളുടെ അരികിലേക്ക് ചെന്നു. അയാൾ വാത്സല്യത്തോടെ അവളുടെ നെറുകയിൽ തൊട്ടു. വിശ്വനാഥ, ഇപ്പോൾ പഴയ ദേഷ്യമോ വാശിയോ ഇല്ലാതെ നിറഞ്ഞ മനസ്സോടെ ചോദിക്കുക, ഇവിടെ എൻ്റെ വരുണിന് തന്നൂടെ? അയാളുടെ ചോദ്യം കേട്ട് എല്ലാവരും അതിശയിച്ചു. വീണി വിശ്വാസം വരാതെ വരുണിനെ നോക്കി. അവൻ ചിരിച്ചു. അതിനെന്താ? ചിത്രയും രാമനും ഇരു കുടുംബങ്ങളും ഒന്നിച്ചു കാണാൻ ആഗ്രഹിച്ചു. പക്ഷേ അതിനുള്ള ഭാഗ്യം അവർക്കുണ്ടായില്ല. ഇവരിലൂടെ ആ സ്വപ്നം സത്യമാകട്ടെ. അതുകണ്ട് അവരുടെ ആത്മാവ് സന്തോഷിക്കട്ടെ. അതും പറഞ്ഞ് വിശ്വനാഥൻ വേണിയുടെ കൈ പിടിച്ച് വരുണിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു. എല്ലാവർക്കും സന്തോഷമായി. പക്ഷേ അനു ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു. അവൾ ഇടയ്ക്കിടെ റോഡിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ആനന്ദ് അവളെ നോക്കി. എന്താ?
അവളുടെ വെപ്രാളം കണ്ട് അവൻ തലകുലുക്കി ചോദിച്ചു. അവൾ തലച്ചിരിച്ച് ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ ചിത്രത്തിലേക്ക് നോക്കി. അത് കണ്ട് അനന്തു ഒന്ന് ഞെട്ടി. ഈ സമയം അനു വിഷമത്തോടെ നിൽക്കുന്നത് വരുൺ ശ്രദ്ധിച്ചു. അവൻ അവളുടെ അരികിലേക്ക് ചെന്നു. അനു, നിനക്ക് വിഷമമായി എന്ന് എനിക്കറിയാം. പക്ഷേ അവൻ പറഞ്ഞു തുടങ്ങിയതും 2-3 കാറുകൾ നിരനിരയായി വന്ന് അവിടെ നിന്ന്. എല്ലാവരും കാറിലേക്ക് ഉറ്റുനോക്കി. കാറിലിരിക്കുന്ന ആളെ കണ്ട് അനുവും അനന്തവും ഞെട്ടി. ദൈവമേ, വിഷ്ണു ശർമ്മൻ! അനന്ത് പതിയെ അനുവിൻ്റെ അരികിലേക്ക് ചെന്നു. ഇയാളെ രാവിലെ തന്നെ കെട്ടിയെടുത്തല്ലോടി, എന്താ ചെയ്യുക? അനന്ത് ചോദിച്ചു. എല്ലാം അറിയുമ്പോൾ വരുണേട്ടനെ വകെ ഒരു അടി ഉറപ്പാ, അനു പറഞ്ഞു. എന്നാ നിൽക്കണ്ട, മുങ്ങ. അതും പറഞ്ഞ് ഇരുവരും അവിടെ നിന്ന് വലിഞ്ഞു. കാറിൻ്റെ ഡോർ തുറന്ന് വിഷ്ണു ശർമ്മനും ആൾക്കാരും ഇറങ്ങി അവരുടെ അരികിലേക്ക് വന്നു. നമസ്കാരം, ഞാൻ വിഷ്ണു ശർമ്മൻ, കണിവെല്ലൂർ ദേശത്ത് നിന്ന് വരികയാണ്. അയാൾ പറഞ്ഞത് കേട്ട് വിശ്വനാഥൻ്റെയും നീലകണ്ഠൻ്റെയും ഹരിയുടെയും വിരൻ്റെയും ഒക്കെ മുഖം വിടർന്നു. ഓ, നമസ്കാരം. നിങ്ങളെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. കാണാൻ സാധിച്ചത് വളരെ സന്തോഷം. വരണം, ഹരി പറഞ്ഞു. അയാൾ പുഞ്ചിരിച്ചു. അല്ല, താങ്കളെന്താ ഇവിടെ? എന്തെങ്കിലും ആവശ്യത്തിന് വന്നതാണോ? വിനയൻ ചോദിച്ചു. ആ, ഒരാവശ്യത്തിന് വന്നത് തന്നെയാണ്. അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ. തേവർമഠത്തിലെയും പൂമംഗലത്തിലെയും 2 പേർ തമ്മിൽ പ്രണയത്തിലായിരുന്നല്ലോ. അവരുടെ കാര്യത്തിൽ എന്തായി തീരുമാനം? അതിനെ ചോദിക്കാൻ എന്തിരിക്കുന്നു? വഴക്ക് മറന്ന് ഇരു കുടുംബങ്ങളും ഒന്നായി കഴിഞ്ഞു. ഇനി അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ഇവിടെ കല്യാണം നടന്ന് തീരുമാനിച്ചിരിക്കുന്നു. അല്ലേ വരുൺ? നകുലൻ പറഞ്ഞു. വരുണും വീണിയും നാണത്തോടെ ചിരിച്ചു. ഇവരുടെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്, വേറെ 2 ഉണ്ടല്ലോ, അവരുടെ കാര്യം. വിഷ്ണു ശർമ്മൻ പറഞ്ഞത് കേട്ട് എല്ലാവരും മനസ്സിലാവാതെ പരസ്പരം നോക്കി. വേറെ ആരുടെ? പറയാം. ഡാ, നിങ്ങൾ ഈ പരിസരം മുഴുവൻ അരിച്ചു പെറുക്ക്. 2 പേരും ഇവിടെ എവിടെയെങ്കിലും കാണും. ഒപ്പം വന്നവരോട് അയാൾ പറഞ്ഞു. അവർ ശരിയെന്ന് പറഞ്ഞ് 4 പാടും പാഞ്ഞു. ഒടുവിൽ അനന്തുവിനെയും അനുരാധയും പിടിച്ചു കെട്ടി കൊണ്ടുവന്നു. എല്ലാവരും വായും പൊളിച്ച് നോക്കി നിന്നു. എല്ലാവരും വിശ്വാസം വരാതെ അന്തം വിട്ട് നിന്നു. ഇരുവരും ജാളിതയോടെ അവരെ നോക്കിയിടിച്ചു. ഇവരോ? ആ, ഇവർ തന്നെ. 6 മാസം മുമ്പ് കല്യാണത്തിന് വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എന്ന് വാക്ക് പറഞ്ഞു വന്നതാ 2. അക്കാര്യം എന്തായി എന്നറിയാനാ ഞങ്ങൾ വന്നത്. ഇവർ നിങ്ങളോട് വാക്ക് പറഞ്ഞതോ? എന്തൊക്കെ നിങ്ങൾ പറയുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓഹോ, അപ്പോൾ ഇവരൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ? എന്താടാ, അന്നുണ്ടായതൊക്കെ നീയായിട്ട് പറയുന്നോ അതോ ഞാൻ പറയണോ? വിഷ്ണു ശർമ്മൻ അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിച്ചു. അയ്യോ വേണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം, അനന്ത് പറഞ്ഞു. അവൻ എല്ലാവരെയും നോക്കി. എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം. ഞാനും അവനും തമ്മിൽ 7 വർഷമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞങ്ങൾ കണിവെല്ലൂരിലെ അമ്മൻകോവിലിൽ മാലയിട്ട് പ്രാർത്ഥിക്കാൻ പോയിരുന്നു. അനന്ത് വന്നു നടന്നതെല്ലാം അവരോട് പറഞ്ഞു. എല്ലാവരും വായും പൊളിച്ച് നിന്ന് പോയി. എല്ലാം കേട്ട് കഴിഞ്ഞ് വരുൺ അവൻ്റെ കോളറിൽ പിടിച്ചു. എടാ ചതിയാ, ഇത്രയും നാൾ 2 കൂടി നാടകം കളിക്കുകയായിരുന്നു അല്ലേ? അനന്ത് ഒന്ന് പരിഭ്രമിച്ചു. വരുൺ അനുവിനെ നോക്കി. ഇവനെ മനസ്സിൽ വെച്ചിട്ടാണോടി നീ എന്നെ കിട്ടാൻ സമ്മതമാണെന്ന് പറഞ്ഞത്? ഹോ, എന്തൊക്കെയായിരുന്നു നീ പറഞ്ഞത്? വരുണേട്ടനെ അറിഞ്ഞുകൊണ്ട് മരിക്കാൻ ഞാൻ വിട്ടുകൊടുക്കില്ല. ചക്ക മാങ്ങ, നിൻ്റെ പാചകം കേട്ടപ്പോൾ ഞാനും കൂടി കരുതിപ്പോയി നീ എന്നെ സ്നേഹിച്ചിരുന്നു എന്ന്. അയ്യോ, അത് അനന്തുവേട്ടൻ പറഞ്ഞിട്ടാ ഞാൻ വരുണേട്ടനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. വരുൺ അനന്തുവിനെ നോക്കി. അത് സത്യം പുറത്തുകൊണ്ടെന്നാൽ ഇരു കുടുംബങ്ങളും തമ്മിലുള്ള ശത്രുത അവസാനിക്കും. പോലീസ് തെളിയിക്കുന്ന പ്രതീക്ഷിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. നീ വിചാരിച്ചാൽ ഈ കേസ് എളുപ്പം തെളിയിക്കും. അതിന് നിന്നെ ഒന്ന് ചൂടാക്കാനാ ഞാൻ അവളോട് അങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞത്. അനന്ത് വളിച്ച് ചിരിയോടെ പറഞ്ഞു. എടാ, ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് തന്നെ ഇതൊക്കെ തെളിയിക്കാമായിരുന്നില്ലേ? വരുൺ ചോദിച്ചു. അനന്ത് ഒന്ന് ചിരിച്ചു. ഏതായാലും വരുണേട്ടൻ്റെയും വേണിയുടെയും കാര്യത്തിലൊരു തീരുമാനമായ സ്ഥിതിക്ക് ഞങ്ങളുടെ കാര്യം കൂടി ഒന്ന് പരിഗണിച്ചൂടെ? അനു ചോദിച്ചു. അത് നടക്കില്ല. വരുൺ അനുവിൻ്റെ കൈ പിടിച്ച് മാറ്റി നിർത്തി. എന്തു വന്നാലും ശരി, ഇവളെ നിനക്ക് ഞാൻ കെട്ടിച്ച് തരില്ല, വരുൺ പറഞ്ഞു. അനന്തവും അനുവും ഞെട്ടലോടെ അവരെ നോക്കി. എടാ, അങ്ങനെ പറയാത്തണം, ഇവരെന്നെ പിടിച്ചുകൊണ്ട് പോകും. പോയിക്കോട്ടെ, ദിവസം എന്നെ ചാട്ടവർണ്ണം അടിക്കടാ. നിനക്ക് നല്ല അടിയുടെ കുറവ് തന്നെ വരുൺ, അവൻ ദീനതയോടെ വിളിച്ചു. അവൻ കേൾക്കാത്ത ഭാഗത്തിൽ മുഖം തിരിച്ചു നിന്ന്. അച്ഛാ, മുത്തശ്ശ, അവൻ എല്ലാവരെയും നോക്കി ദയനീയമായി വിളിച്ചു. ആരും ഒന്നും വേണ്ടിയില്ല. അപ്പോൾ ഞങ്ങളെന്നാൽ ഇവനെ കൊണ്ട് പോവുകയാണ്, വിഷ്ണു ശർമ്മൻ പറഞ്ഞു. അയ്യോ, അതെന്നെ കൊണ്ടുപോകല്ലേ, അവന് കരഞ്ഞു. പക്ഷെ അവർ കേട്ടില്ല. അവൻ അനന്തുവിനെ പിടിച്ച് നടന്ന്
അച്ഛാ, മുത്തശ്ശ, വരുൺ എന്നെ രക്ഷിക്കേ. അനന്ത നല്ല പിരിച്ചു. അന കരഞ്ഞുകൊണ്ട് മുത്തശ്ശന്മാരുടെ അരികിൽ ചെന്നു. മുത്തശ്ശ, ദയവേത് രണ്ടുപേരെ കൊണ്ടുപോയെന്ന് പറ മുത്തശ്ശ. അവൾ അവരുടെ കാൽക്കലിരുന്ന് കരഞ്ഞു. വിഷ്ണു ശർമ്മ, നീലകണ്ഠൻ വിളിച്ചു. അയാൾ നിന്നു. അനുവും അനന്തവും പ്രതീക്ഷയോടെ നോക്കി. അവരെ നിങ്ങൾ കൊണ്ടുപോകേണ്ട, ഞങ്ങൾ കൊണ്ടുവരാം, നീലകണ്ഠൻ പറഞ്ഞു. അയാൾ മനസ്സിലാവാതെ അവരെ നോക്കി. വിശ്വനാഥൻ പുഞ്ചിരിച്ചു. മനസ്സിലായില്ലേ? പോയി നിങ്ങൾ വിവാഹത്തിന് വേണ്ടി ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ തുടങ്ങിക്കോളും. ഈ 4 മക്കളുടെ വിവാഹം ആ ക്ഷേത്രത്തിൽ വെച്ച് നടത്താം. വിശ്വനാഥൻ പറഞ്ഞത് കേട്ട് എല്ലാവരും സന്തോഷിച്ചു. വിഷ്ണുശർമ്മൻ പുഞ്ചിരിച്ചുകൊണ്ട് പിടിപിട്ടി. ശരി. അയാൾ അതും പറഞ്ഞ് വണ്ടിയിൽ കയറി. അവരെല്ലാം പോയി. അനന്തു എല്ലാവരുടെയും അരികിലേക്ക് വന്നു. നിങ്ങളെ വിഡ്ഢികളാക്കണമെന്നൊന്നും ഞങ്ങൾ കരുതിയിരുന്നില്ല. പറയാനുള്ള പേടി കൊണ്ടായിരുന്നു ഇതൊക്കെ മറച്ചു വെച്ചത്. അനന്തു പറഞ്ഞു. സാരമില്ല മോനെ, എല്ലാം ശുഭമായി തന്നെ കലാശിക്കട്ടെ. അപ്പോൾ വായനശാലയുടെ ഭാരവാഹികളും നാട്ടുകാരും ഒക്കെ അവിടേക്ക് വന്നു. ആഹാ, നിങ്ങളൊക്കെ ഇവിടെ നിൽക്കുകയാണ്. വന്നേ. എങ്ങോട്ടാ പ്രസിഡന്റ്? അതുകൊള്ളാം, ഇന്ന് സ്വാതന്ത്ര്യ ദിനമല്ലേ, വായനശാലയിൽ പതാക ഉയർത്തേണ്ടതല്ലേ. വന്നേ. എല്ലാവരും വായനശാലയിലേക്ക് നടന്നു. അവിടെ എല്ലാവരും കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം. വർഷങ്ങൾ നീണ്ട അടിമത്തത്തിൽ നിന്ന് പോരാട്ടത്തിലൂടെ നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്ത ദിവസം. ചതിയന്മാരെയും വഞ്ചകന്മാരെയും തിരിച്ചറിയാതെ പോയതാണ് അന്ന് നമുക്ക് അടിമത്തത്തിലേക്ക് നയിച്ചത്. വർഷങ്ങളായുടെ പകയും വിദ്വേഷവും എല്ലാം മറന്ന് ഇന്നിതാ പൂമംഗലം തറവാടും തേവർമഠവും ഒന്നിച്ചിരിക്കുക. ഇന്ന് ഈ പതാക ഉയർത്താൻ എന്തുകൊണ്ടും യോഗ്യതയുള്ളത് ഇവർക്കാണ്. നീലകണ്ഠൻ ചേട്ടനും വിശ്വനാഥൻ ചേട്ടനും ഒന്നിച്ച് ആ പതാക ഉയർത്തണം, പ്രസിഡന്റ് പറഞ്ഞു. ഞങ്ങളെക്കാൾ ഇതിനെ അർഹിക്കുന്നത് ഞങ്ങളുടെ 2 പേരക്കുട്ടികളാണ്. അവരാണ് ഞങ്ങളുടെ കണ്ണു തുറപ്പിച്ചത്. ദേഷ്യവും വാശിയും വെറുപ്പും ഒന്നുമില്ലാതെ സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും ഇവർ നടന്നു. ആ ബന്ധമാണ് ഞങ്ങളെ ഒന്നിപ്പിച്ചത്. അതുകൊണ്ട് ഇവർ ഉയർത്തട്ടെ ആ പതാക. വരും തലമുറ ഇവരുടെ സൗഹൃദത്തെ മാതൃകയാക്കട്ടെ, നീലകണ്ഠനും വിശ്വനാഥനും ഒരേ സ്വരത്തിൽ പറഞ്ഞു. മുത്തശ്ശ, അത് ഒന്നും പറയണ്ട, ചെല്ല്. ഇരുവരും ഒരുമിച്ച് തന്നെ നാട പതിയെ വലിച്ചു. പൂക്കളുമേന്തി പതാക ഉയർന്നു പൊങ്ങി. മുകളിലെത്തിയതും പൂക്കൾ ഉതിർത്തുകൊണ്ട് ആ പതാക വിടർന്നു. കാറ്റിൻ്റെ താളത്തിന് മുകളിൽ ആ ത്രിവർണ്ണ പതാക പാറിക്കളിച്ചു. അവസാനിച്ചു.